ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി ഞാനിങ്ങനെ ഗാലറി സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. പക്ഷെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ മടിയോ, എന്തായാലും കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതല്ലേ, പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വീഡിയോൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ടാട്ടം വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതും ടാട്ടം പോയതിൻ്റെ ശേഷമാണ്. എന്തായാലും നമ്മൾ അമ്മമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോടാണ് എൻ്റെ അമ്മയുടെ വീട്. അങ്ങനെ വന്നപ്പം തന്നെ ഡിക്കിയിൽ നിന്ന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. മാമിമാരും അമ്മമ്മയും അമ്മച്ചനും എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ചെറിയ മാമി. വലിയ മാമി ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പം തന്നെ ഓടിട്ടോ. മാമിക്ക് വീഡിയോ എടുക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി. മേമിയും വീഡിയോ ഞാൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ മാമിമാർ ജ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മാമിക്ക് വീഡിയോയിൽ നിന്ന് തരാമെന്നൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും വലിയ മാമീനെ കണ്ടോളിട്ടോ, ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അമ്മച്ച എണീറ്റ് വന്നു കേട്ടോ. അമ്മച്ച കിടക്കായിരുന്നു. നമ്മൾ വന്നപ്പോൾ പിന്നെ അങ്ങനെ എണീറ്റു. അപ്പം ഞാൻ പറയാം, മുട്ട അടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മച്ചനോട്. കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് അറിയില്ല, ഒന്നും പോയി നോക്കിയിട്ടില്ല. എന്തായാലും ആദ്യം ജ്യൂസ് കുടിക്കാം. അപ്പോൾ മാമി ഇതാ ടാട്ടിനും എനിക്കും ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മാമന്മാരും ചേച്ചിൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയനൊക്കെ വരാണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ പുറത്ത് പോയതാണ്, ഇപ്പോൾ വരും. ഇത് ചെറിയ മാമൻ്റെ ചെറിയ മോനാണ്. ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഒരു ഹായ് തരാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ചെറിയ മാമൻ വന്നു കേട്ടോ. മാമൻ നല്ല കോമഡിയാണ് കേട്ടോ. അതാ കണ്ണനും റൂബിനേട്ടനും എല്ലാവരും എത്തി. റൂബിനേട്ടൻ്റെ കയ്യിൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വലിയ മാമനും കൂടെ വരാനുള്ളൂ. മാമൻ ഓൺ ദ വേ ആണ്. അപ്പോഴേക്ക് നമുക്കിനി ഫുഡൊക്കെ സെറ്റ് ചെയ്യാം. മാമിമാർ കുറേ ഐറ്റംസൊക്കെ ആക്കി വെക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ചെറിയൊരു പണി കിട്ടി, സാലഡ് ബൗളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. 2 ടൈപ്പ് സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് ബ്രോക്കലി സാലഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ക്രീമി ആയിട്ടുള്ളൊരു സാധനമാണ്. മാമൻ ഫിഷ് ബിരിയാണി ദമ്മ പൊട്ടിക്കായിരുന്നു. ആ സ്മെല്ല് കേട്ടപ്പോൾ ഞാൻ അവിടേക്ക് ഓടി. അപ്പോൾ മസാല വേറെ റൈസ് വേറെ ഒക്കെ ആക്കിയിട്ട് വെക്കുകയാണ്. ഇല ഇതാ കഷ്ടപ്പെട്ട് റൗണ്ട് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങും എന്ന് ആലോചിക്കുകയാണ് റൂബിനേട്ടൻ. പിന്നെ നമ്മുടെ വിരുന്ന് സ്പെഷ്യലൊക്കെ കണ്ടാലോ. ഫിഷ് ബിരിയാണി ഉണ്ട്, സ്പ്രിങ് ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ചെമ്മീൻ റോസ്റ്റും കടുക്ക റോസ്റ്റും ഉണ്ട് കേട്ടോ. കല്ലുമ്മക്കായ ഇല്ലേ അത്. കടുക്ക റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മസാലയൊന്നും ചേർക്കാത്ത, അതായത് മുളക് പൊടി വേറെ മസാലകളൊന്നുമില്ല, കുരുമുളകും പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയ മാമൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് വലിയ മാമി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഫിഷ് ബിരിയാണി. ഞാൻ ഫിഷ് ബിരിയാണീൻ്റെ വലിയ ഫാനൊന്നല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ മസാല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ആ ടേസ്റ്റ് ഓർമ്മ വന്നു, വായിന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് മാമ്മമാരും മാമിമാരും അമ്മമ്മയും മേമിയും അമ്മയും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഒരു ഷോർട്സ് ആക്കിയിട്ട് ഇടാൻ വെച്ച വീഡിയോ ആയിരുന്നു, പക്ഷെ ഇത്ര ലെങ്തി ആവുമെന്ന് വിചാരിച്ചില്ല. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ. ബൈ.